എല്ലാവർക്കും നമസ്കാരം. താലിസ്മാൻ IAS അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയ ഒരു ടോപ്പിക്കാണ്, ടൈം ആൻഡ് വർക്ക്. സ്ഥിരം എല്ലാ മത്സര പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു ഏരിയയാണ് ടൈം ആൻഡ് വർക്ക്. ഇത്ര ആൾക്കാർ ചേർന്ന് ഒരു വർക്ക് ഇത്ര സമയം കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു വർക്ക് ഒരു കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാൻ എത്ര എക്സ്ട്രാ മെൻ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ മെന്നും വുമണും തന്നുകൊണ്ട് ആ വർക്ക് ചെയ്ത് തീർക്കാനായിട്ട് എത്ര സമയം എടുക്കും, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാമാണ് ഇതിൽ ചോദിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. If A completes a piece of work in X days and B completes the same work in Y days, then A and B together will take how many days to complete that work? അങ്ങനെയാണ് ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത്. ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യനിൽ ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമുക്കിതിൻ്റെ ഫ്രാക്ഷൻ എടുത്തുകൊണ്ട് ചെയ്യാം. അതായത് എ എന്ന് പറഞ്ഞ ആൾ ഒരു ദിവസം ആ ഒരു മൊത്തം വർക്കിൻ്റെ എത്ര ഫ്രാക്ഷൻ ആണ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ പെർസെൻറ്റേജ് ഓഫ് വർക്ക് ഡൺ ഇൻ എ ഡേ എന്നത് കണ്ടുപിടിക്കാം. നമുക്കറിയാം, ഒരു വർക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ 100%. ഇനി അതേ സാധനം തന്നെ നമ്മൾ ഫ്രാക്ഷൻ ആക്കി എടുക്കുവാണെങ്കിൽ 1 പാർട്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എക്സ് ഡേയ്സിൽ 1 ഫുൾ പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് 1/x പാർട്ട് അവർ കംപ്ലീറ്റ് ചെയ്യും. സെയിം ബിയുടെ കേസ് ആണെങ്കിൽ Y ഡേയ്സ് കൊണ്ടാണ് ഫുൾ വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. സോ ഒരു ദിവസം ബി ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ 1/y പാർട്ടാണ് അവർ ചെയ്യുന്നത്. ഇനി നമ്മൾ എടുക്കേണ്ടത് എയും ബിയും കൂടെ ഒരു ദിവസം എത്ര പാർട്ട് വർക്ക് ചെയ്യും നോക്കാം. 1/x plus 1/y. That is equal to x plus y by xy. ഇതാണ് അവർ ഒരു ദിവസം ചെയ്യുന്ന പാർട്ട് ഓഫ് വർക്ക്. ഒരു ദിവസം ഇത്ര പാർട്ട് വർക്ക് ചെയ്യുമെങ്കിൽ ഒരു ഫുൾ പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും നോക്കാം. അപ്പോൾ നമുക്ക് ഇതാണ് നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ ബൈ എക്സ് വൈ ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. സോ നമ്പർ ഓഫ് ഡേയ്സ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ ബൈ എക്സ് വൈ. സോ ഇതിൻ്റെ റിവേഴ്സ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ എടുത്താൽ മതി. So xy divided by x plus y. ഇതാണ് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ വർക്ക് ബൈ എ ആൻഡ് ബി ടുഗദർ. എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ xy ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. ഇത് നമുക്ക് ഈ 1 കൊടുത്തതിന് പകരം 100% കൊടുക്കുകയാണെങ്കിൽ ഇൻ പെർസെൻറ്റേജിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. പാർട്ട് ഓഫ് വർക്ക് ഡൺ എന്നുള്ളതിന് പകരം പെർസെൻറ്റേജ് എഫിഷ്യൻസി ഓഫ് ഈച്ച് പീപ്പിൾ. ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഇഫ് എ ആൻഡ് ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ എക്സ് ഡേയ്സ് ആൻഡ് ബി ആൻഡ് സി ക്യാൻ ഡു എ സെയിം വർക്ക് ഇൻ വൈ ഡേയ്സ് ആൻഡ് സി ആൻഡ് എ ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ സെഡ് ഡേയ്സ്. അതായത് നമുക്ക് എ ബി സി എന്ന് പറഞ്ഞ് 3 പേരുണ്ട്. അവരുടെ ഇൻഡിവിജ്വൽ വർക്ക് തരാതെ 2 പേരുടെ ഗ്രൂപ്പായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കേസിലാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ ഇവിടെ നമുക്ക് എയുടെയും ബിയുടെയും കൂടെ ഒരു ദിവസത്തെ വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ എ പ്ലസ് ബിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 1/x പാർട്ടാണ്. ബി പ്ലസ് സിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 1/y പാർട്ടാണ്. സി പ്ലസ് എയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 1/z പാർട്ടാണ്. ഇനി നമ്മൾ ഈ LHS സൈഡ് എല്ലാം ആഡ് ചെയ്യുവാണെങ്കിൽ, അതായത് എ പ്ലസ് ബി പ്ലസ് ബി പ്ലസ് സി പ്ലസ് സി പ്ലസ് എയുടെ ഒരു ദിവസത്തെ വർക്ക്. അപ്പോൾ നമുക്ക് 2 തവണ എ വന്നിട്ടുണ്ട്. സോ 2a, 2 തവണ ബി വന്നിട്ടുണ്ട് 2b, 2 തവണ സി വന്നിട്ടുണ്ട് 2c. സോ 2a പ്ലസ് 2b പ്ലസ് 2c അവരുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1/x പ്ലസ് 1/y പ്ലസ് 1/z. അപ്പോൾ നമുക്കിവിടെ 2 ഉണ്ട്, എല്ലാത്തിലും കോമൺ. 2 പുറത്തെടുത്താൽ എ പ്ലസ് ബി പ്ലസ് സിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 1/x പ്ലസ് 1/y പ്ലസ് 1/z. ഇതാണ് ഇവരുടെ ഒരു ദിവസത്തെ വർക്ക്. ഒരു ദിവസത്തെ വർക്ക് കിട്ടിയാൽ നമുക്കറിയാം നമ്പർ ഓഫ് ഡേയ്സ് ടു കംപ്ലീറ്റ് ദ ഫുൾ വർക്ക് ഈസ് ഈക്വൽ ടു ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഇവരുടെ 3 പേരുടെ ഒരു ദിവസത്തെ വർക്ക് 1/x പ്ലസ് 1/y പ്ലസ് 1/z ഡിവൈഡഡ് ബൈ 2. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. ഇത് സോൾവ് ചെയ്ത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2 മേലെ പോവും, XYZ മേലെ ഉണ്ടാവും. So 2xyz divided by xy plus yz plus xz. ഇതാണ് ടൈം ടേക്കൺ. ടൈം ടേക്കൺ ബൈ എ പ്ലസ് ബി പ്ലസ് സി ടു കംപ്ലീറ്റ് ദിസ് വർക്ക് ഈസ് 2xyz.
divided by xy plus yz plus xz. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പെർസെൻറ്റേജ് എഫിഷ്യൻസി മെത്തേഡിൽ ഇത്തരം പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. A complete a job in 20 days and B can complete the same job in 10 days. How many days is required if both A and B are working together? നമ്മൾ പറഞ്ഞ മെത്തേഡ് എന്തായിരുന്നു? ഒരു ദിവസം കൊണ്ട് എത്ര പാർട്ട് ജോബ് ചെയ്യും എന്ന് കണ്ടുപിടിക്കാം. സോ എയുടെ പാർട്ട് എന്ന് പറഞ്ഞാൽ 1/20, ബിയുടെ പാർട്ട് എന്ന് പറഞ്ഞാൽ 1/10. ഈ 1ന് പകരം നമുക്ക് പെർസെൻറ്റേജ് എഫിഷ്യൻസി മെത്തേഡ് ആണെങ്കിൽ 100 എന്ന് കൊടുക്കാം. സോ 100 divided by 20 ആണ് പെർസെൻറ്റേജ് എഫിഷ്യൻസി ഓഫ് എ. അതായത് ഒരു ദിവസം അവർ ചെയ്യുന്ന വർക്ക്. ദാറ്റ് ഈസ് 5%. ഇനി പെർസെൻറ്റേജ് എഫിഷ്യൻസി ഓഫ് ബി എടുത്താലോ? 100 divided by 10, 10%. ഇനി എയും ബിയും ടുഗദർ വർക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടുപേരുടെയും കൂടിയിട്ടുള്ള എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 10 + 5 15% ഒരു ദിവസത്തെ അവരുടെ വർക്ക് എഫിഷ്യൻസി. സോ 100% ചെയ്യണമെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും? 100 divided by 15%. So 100 by 15, 20 by 3, that is 6.66 days. ഇതാണ് എഫിഷ്യൻസി മെത്തേഡ്. 1 കൊടുക്കുന്നതിന് പകരം 100 ആക്കി ചേഞ്ച് ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജ് എഫിഷ്യൻസി മെത്തേഡായി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത രണ്ട് റിലേഷൻസ് ആണ്. ഇഫ് M1 men can finish W1 work in D1 days and M2 men can finish W2 work in D2 days, then relationship is M1 D1 divided by W1 is equal to M2 D2 by W2. ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവരുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ അതായത് when number of men is increasing എന്തായിരിക്കും? It is directly proportional to the work. men കൂടുമ്പോൾ എന്തായും? വർക്ക് കൂടും. ഇനി men കൂടുമ്പോൾ number of days required to complete the job will decrease. ഇവിടെ men കൂടുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് ഡിക്രീസ് ആവും. അതാണ് M into D is equal to കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ M/W is കോൺസ്റ്റന്റ്. അതാണ് നമ്മുടെ റിലേഷൻ എഴുതിയിരിക്കുന്നത്. M1 D1 divided by W1 is equal to M2 D2 by W2. ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് ആണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ വരുന്ന ഒന്നാണ് ഈ നമ്പർ ഓഫ് ഡേയ്സിലെ ടൈം. അതും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് മെന്നിന്റെ എണ്ണം കൂടുന്തോറും നമ്പർ ഓഫ് ടൈം റിക്വയർഡ്, അതായത് നമ്പർ ഓഫ് അവേഴ്സ് ഓഫ് വർക്കിംഗ് വിൽ ബി റെഡ്യൂസ്ഡ്. സോ എന്ത് ചെയ്യും? മേലെ ഒരു ടി എന്ന ടേം കൂടെ വേണമെങ്കിൽ ടൈമിന്റെ ടേം കൂടെ ആഡ് ചെയ്യാം. സോ M1 D1 T1 divided by W1 is equal to M2 D2 T2 divided by W2. ഇതാണ് നമുക്ക് ഉള്ള ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A can do a job in 12 days. B can do the same job in 6 days. In how many days working together they can complete the job? ഇത് വേണമെങ്കിൽ നമുക്ക് പെർസെൻറ്റേജിലിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രാക്ഷൻ മെത്തേഡിൽ. ഒരു ദിവസത്തെ എയുടെ ജോബ് കണ്ടുപിടിക്കുക. 1/12. ബിയുടെ ജോബ് എന്ന് പറഞ്ഞാൽ 1/6. സോ എയുടെയും ബിയുടെയും ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 1/12 plus 1/6, that is equal to 1/4. ഇതാണ് ഒരു ദിവസത്തെ അവരുടെ വർക്ക്. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് കിട്ടാൻ 1 divided by 1/4, that is 4 days. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ പിന്നിലുള്ള ലോജിക് ആണ് ഇക്വേഷൻ ഒക്കെ എഴുതുന്നത്. വർക്ക് ഓഫ് 1 day is equal to ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്. അതായത് ടോട്ടൽ വർക്ക് നമ്മൾ 1 ആയിട്ടാണ് എടുക്കുന്നത്. സോ 1 divided by x ഡേയ്സ് ആണെങ്കിൽ 1/x. ഇനി ടോട്ടൽ വർക്ക് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് ഒരു ദിവസത്തെ വർക്ക് അറിയാം, അങ്ങനെയാണെങ്കിൽ വർക്ക് ഓഫ് 1 day ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് കിട്ടും. ഇനി നമുക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് പേര് പോയി എന്ന് വിചാരിച്ചാൽ ബാലൻസ് വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? സോ 1 മൈനസ് വർക്ക് ഡൺ. അപ്പൊ ഇതായിരിക്കും നമ്മുടെ റിമൈനിങ് വർക്ക്. ഇനി ഈ റിമൈനിങ് വർക്ക് എന്നുള്ളത് എ മാത്രമാണ്, അല്ലെങ്കിൽ ഒരാൾ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ വർക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പോർഷൻ ഓഫ് വർക്ക് ഡിവൈഡഡ് ബൈ the amount of work done by A in 1 day. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എയുടെ നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ ജോബ് കിട്ടും. അതാണ് ഇവിടെ വർക്ക് ഡൺ ബൈ എ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഇൻ 1 day ബൈ എ ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് വർക്ക്ഡ് ബൈ എ. ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ക്യാൻ ഫിനിഷ് M/n പാർട്ട് ഓഫ്
work in D days, then total time taken to finish the work by A is equal to D divided by M by N. That is equal to N by M into D. M by N part of the job D ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. Then the time taken to finish the work by A is equal to D divided by M by N അല്ലെങ്കിൽ N by M into D. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ക്യാൻ ഡു എ വർക്ക് ഇൻ എക്സ് ഡേയ്സ് ആൻഡ് ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ വൈ ഡേയ്സ്, ദെൻ വെൻ ദേ സ്റ്റാർട്ടഡ് വർക്കിംഗ് ടുഗദർ ബി ലെഫ്റ്റ് ദ വർക്ക് എം ഡേയ്സ് ബിഫോർ കംപ്ലീഷൻ, ദെൻ ടോട്ടൽ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് ദ വർക്ക് വിൽ ബി y plus m into x divided by x plus y. Next question. A alone can complete a work in 12 days. A and B together can complete it in 8 days. How long will B alone take to complete the work? ഇവിടെ നമുക്കറിയാം എയുടെ മാത്രം വർക്ക് തന്നിട്ടുണ്ട്. 12 ദിവസം കൊണ്ടാണ് എക്ക് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എക്ക് ഒരു ദിവസം അതിൻ്റെ 1/12 പോർഷൻ വർക്ക് ചെയ്യാൻ സാധിക്കും. എസ് 1 day വർക്ക് ഈസ് ഈക്വൽ ടു 1/12. ഇനി എയുടെയും ബിയുടെയും ടുഗദർ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. കാരണം രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്താൽ 8 ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എ പ്ലസ് ബിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 1/8 പോർഷനാണ്. സോ എയുടെയും അതായത് എയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 1/12 പോർഷൻ പ്ലസ് ബിയുടെ ഒരു ദിവസത്തെ വർക്ക് ഈസ് ഈക്വൽ ടു 1/8 പോർഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ വർക്ക് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 1/8 മൈനസ് 1/12. അത് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 1/24 ആണ്. അതായത് ബി ഒരു ദിവസം 1/24 പോർഷൻ ഓഫ് ദ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബിക്ക് ഈ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണം? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത്തരം പ്രോബ്ലത്തിൽ ജസ്റ്റ് നമുക്ക് വർക്ക് എത്ര ഫ്രാക്ഷൻ ആണ് ഒരു ദിവസം ചെയ്യുന്നത് എന്ന് അറിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ ആ ഒരു ഫ്രാക്ഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ എമൗണ്ട് ഓഫ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ ജോബ്. അപ്പോൾ ഇവിടെ 1 ഡിവൈഡഡ് ബൈ 1/24. അപ്പോൾ നമുക്ക് 24 ഡേയ്സ് എന്ന് ആൻസർ കിട്ടും. 24 ഡേയ്സ് ആണ് ബിക്ക് ഒറ്റയ്ക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A and B can do a piece of work in 72 days. B and C can do it in 120 days. A and C can do it in 90 days. In how many days all the three together can do the work? നമ്മൾ ഓൾറെഡി ഇതൊരു ഇക്വേഷൻ ഫോമിൽ പഠിച്ചിരുന്നു. ഇവരുടെ അതായത് നമുക്കിത് കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ 2 times A plus B plus C is equal to 1/x plus 1/y plus 1/z എന്ന് വരും. 1/2 നമുക്ക് താഴോട്ട് എടുത്താൽ ഇവരുടെ ഒരു ദിവസത്തെ വർക്ക് കിട്ടും. അങ്ങനെ കിട്ടി അതിൻ്റെ റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടൈം റിക്വയർഡ് കിട്ടും. ഇവിടെ നമുക്കറിയാം ഇവരുടെ ഓരോ സെക്ഷൻ്റെ എടുത്തു കഴിഞ്ഞാൽ അതായത് എ പ്ലസ് ബി പ്ലസ് സി ടുഗദർ കിട്ടണമെങ്കിൽ 1/2 ഇൻറ്റു 1/x അതായത് ഓരോ ഗ്രൂപ്പും എടുക്കുന്ന വർക്ക് ഇവിടെ 72 ഡേയ്സ് ആണ്. സോ 1/72 പ്ലസ് 1/120 പ്ലസ് 1/90 ഇത് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ എ പ്ലസ് ബി പ്ലസ് സിയുടെ ഒരു ദിവസത്തെ വർക്ക്. സോ 1/2 ഇൻറ്റു 5 പ്ലസ് ഇതിൻ്റെ എല്ലാം LCM എടുക്കാം. LCM എടുക്കുമ്പോൾ 360 ആണ് വരുന്നത്. നമ്മൾ മേലും താഴെ അത് 360 ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിവിടെ 5 പ്ലസ് 3 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 360. സോ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1/60 ആണ്. ഇതാണ് എ പ്ലസ് ബി പ്ലസ് സിയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 1/60 ആണ്. സോ അവർക്ക് വേണ്ടി വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ദാറ്റ് ഈസ് 60 ഡേയ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ പർട്ടിക്കുലർ ജോബ് ക്യാൻ ബി കംപ്ലീറ്റഡ് ബൈ എ ടീം ഓഫ് 10 men in 12 days. The same job can be completed by a team of 10 women in 6 days. How many days are needed to complete the job if the two teams are working together? അതായത് 10 മെന്നും 10 വുമണും ആ ജോലി ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം അറിയാം. 10 മെന്നിൻ്റെ ഒരു ദിവസത്തെ ജോബ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1/12 പോർഷൻ ആയിരിക്കും. അപ്പോൾ 10 മെന്നിൻ്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 1/12 ആയിരിക്കും. അതുപോലെ 10 വുമണിൻ്റെ ആണെങ്കിലോ ഇവിടെ 6 days കൊണ്ടാണ് അവർ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 10 ദിവസം കൊണ്ട് 10 വുമൺ 6 ദിവസം കൊണ്ട് ആ ജോലി കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 10 വുമൺ ഒരു ദിവസം അതിൻ്റെ 1/6 പോർഷനാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ
10 വിമൺ 1/6 പോർഷൻ കംപ്ലീറ്റ് ചെയ്യും, 10 മെൻ ഒരു ദിവസം കൊണ്ട് 1/12 പോർഷൻ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എക്സാക്ട്ലി 10 മെന്നും 10 വിമണും അടങ്ങിയിട്ടുള്ള ആ ഗ്രൂപ്പ് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ 1 മെൻ എന്നായിരുന്നെങ്കിൽ വീണ്ടും നമ്മൾ ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ 1 വുമൺ എന്നാണെങ്കിൽ വീണ്ടും നമുക്ക് ഈ 1/6 കിട്ടിയതിനെ വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു മെന്നിൻ്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 1/120 ടൈംസും ഇവിടെ ഒരു വുമൻ്റെ ആണെങ്കിൽ 1/60 ടൈംസും ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 10 മെന്നിൻ്റെയും 10 വിമൻ്റെയും തന്നെ ആയതുകൊണ്ട് ഇതാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഓരോ ദിവസത്തെ പോർഷൻ ഓഫ് വർക്ക്. ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യാം. ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 1/12 + 1/6 നമുക്ക് കിട്ടുന്നത് 1/4 ആണ്. അപ്പോൾ രണ്ട് ടീമും കൂടെ വർക്ക് ചെയ്താൽ ഒരു ദിവസം 1/4 പോർഷൻ ഓഫ് ദ വർക്ക് കംപ്ലീറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ ഈ ടീമിന് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, 1 / 1/4. സോ നമ്മുടെ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 4 days ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് കണ്ടത്. ഇനി ഇതേപോലെ തന്നെയാണ് പൈപ്പ് വെച്ചുകൊണ്ട് ടാങ്ക് ഫില്ല് ചെയ്യുന്നത്. അതായത് ഒരു ടാപ്പ് തുറന്നാൽ ഈ ടാങ്ക് ഒരു പർട്ടിക്കുലർ സമയം കൊണ്ട് നിറയുന്നു, ഇനി വേറൊരു ടാപ്പ് തുറന്നാൽ ഒരു പർട്ടിക്കുലർ സമയം കൊണ്ട് നിറയുന്നു. രണ്ടും ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്താൽ എത്ര സമയം കൊണ്ട് നിറയും? അല്ലെങ്കിൽ ഇനി മൂന്നാമതൊരു ടാപ്പ് ഉണ്ട്, സി എന്ന് പറഞ്ഞ് വേറൊരു ടാപ്പ്, അത് തുറന്നാൽ ആ ടാങ്ക് എംപ്റ്റി ആവുന്നു ഒരു പർട്ടിക്കുലർ സമയം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3 ടാപ്പും ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്താൽ എത്ര സമയം കൊണ്ട് നിറയും? സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ടാങ്ക് റിലേറ്റഡ് ചോദിക്കുന്നത്. ഇതും സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഒരു ടാപ്പ് തുറന്നാൽ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ടൈമിൽ എത്ര പോർഷൻ ഓഫ് ദ ടാങ്ക് ഫില്ലാവുന്നു എന്ന് നോക്കിയാൽ മതി. നമ്മളൊരു ഫുൾ ജോബ് പോലെ തന്നെ കൺസിഡർ ചെയ്യുക. ഫുൾ ജോബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ടാങ്ക് ഫില്ലിംഗ് ആണ്. ആൾക്കാർ ചെയ്യുന്ന വർക്കിന് പകരം ഓരോ ടാപ്പ് ചെയ്യുന്ന വർക്കായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നോക്കാം ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. എ ടബ് ക്യാൻ ബി ഫിൽഡ് ഇൻ 20 minutes ബട്ട് ദർ ഈസ് എ ലീക്കേജ് ഇൻ ഇറ്റ് വിച്ച് ക്യാൻ എംപ്റ്റി ദ ഫുൾ ടാങ്ക് ഇൻ 60 minutes. ഇൻ ഹൗ മെനി മിനിറ്റ്സ് ഇറ്റ് ക്യാൻ ബി ഫിൽഡ്? നോക്കുക, ഫില്ല് ചെയ്യാനുള്ള റേറ്റ് എത്രയാണ് നോക്കിയേ, 20 മിനിറ്റ് കൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര പോർഷൻ ഫില്ല് ചെയ്യും? 1/20 പാർട്ട് ഓഫ് ദ വോളിയം ഫില്ലാവും. ഇനി എംപ്റ്റി ചെയ്യാനാണെങ്കിലോ 60 മിനിറ്റ് കൊണ്ടാണ് എംപ്റ്റി ആവുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിൽ 1/60 പോർഷൻ എംപ്റ്റി ആവും. അപ്പോൾ നമുക്കറിയാം ഇത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. അതായത് ടൈം റിക്വയർഡ് ടു ഫിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു, അതായത് രണ്ടും ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ 1/20 പോർഷൻ ഫില്ലാവുന്നു മൈനസ് 1/60 റിമൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. സോ 1/20 മൈനസ് 1/60 അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 40/20 × 60, അതായത് 1/30 ആണ് രണ്ടും ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫില്ലാവുന്ന ക്വാണ്ടിറ്റി. 1/30 പോർഷനാണ് ഫില്ലാവുന്നത്. കാരണം 1/20 ഫില്ലാവുന്നതിൽ നിന്ന് 1/60 പോർഷൻ വീതം ഓരോ മിനിറ്റിലും കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ ടൈം റിക്വയർഡ് എത്രയായിരിക്കും? 1 / 1/30, അതായത് 30 minutes ആയിരിക്കും ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് 20 persons can do a piece of work in 7 days, then calculate the number of persons required to complete the work in 28 days. അതായത് ഒരു ജോലി 20 ആൾക്കാർ കൊണ്ട് 7 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ സെയിം ജോലി 28 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ആൾക്കാർ വർക്ക് ചെയ്യേണ്ടി വരും? ഇവിടെ നമുക്കറിയാം 20 പേരുടെ ഒരു ദിവസത്തെ ജോലി എന്ന് പറഞ്ഞാൽ 1/7 പോർഷനാണ്. ഇത് നമുക്ക് 20 പേരുടെയാണ്. ഇനി നമുക്ക് ഒരാളുടെ വർക്ക് കണ്ടുപിടിക്കണം. ഒരാളുടെ വർക്ക് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇതിനെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 1/20 × 1/7, അതായത് 1/40 പോർഷൻ ആണ് ഒരാൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക്. 20 പേര് 1/7 പോർഷൻ ഒരു ദിവസം ചെയ്യും. അഗെയിൻ ഇതിനെ നമുക്ക് ഒരാളുടെ ഒരു ദിവസത്തെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യണം. സോ വീണ്ടും ഈ ക്വാണ്ടിറ്റീനെ 1/7നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/140. ഇതാണ് ഒരാളുടെ ഒരു ദിവസത്തെ വർക്ക്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഫുൾ വർക്ക് ചെയ്യാനായിട്ട് എത്ര പേര് അലോട്ട് ചെയ്ത് കൊടുക്കണം. അതെത്രയാണ്? 28 ദിവസം കൊണ്ട് ചെയ്യാൻ. അപ്പോൾ ഒരാളുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 1/140 ആണ്. ഇനി നമുക്ക് എക്സ് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇൻറ്റു എക്സ് ആയി. ഇനി എത്ര ദിവസം കൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? 28 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ചെയ്ത് കഴിഞ്ഞാൽ 1 ഫുൾ വർക്ക് ആവും. അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. സോ എക്സ് ഈക്വൽ ടു 140 / 28, ദാറ്റ് ഈസ് 5. അപ്പോൾ നമുക്ക് 5 പേരാണ് വേണ്ടത്
28 ദിവസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 5 പേര് വർക്ക് ചെയ്താൽ മതി. ഇനി കുറച്ച് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. 2021 CSAT ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ മാൻ കംപ്ലീറ്റ് 7/8 ഓഫ് എ ജോബ് ഇൻ 21 days. How many more days will it take him to finish the job if the quantum of work is further increased by 50%? അതായത് 50% കൂടെ ഈ വർക്ക് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ എത്ര ദിവസം കൊണ്ടാണ് അദ്ദേഹത്തിന് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചായിരുന്നു. ഇഫ് എ ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് m/n part of the work in d days, then the time required for him to complete the work is equal to d into n/m. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ് വേണമെങ്കിൽ, അതായത് ഫുൾ വർക്ക് ചെയ്യാനുള്ള ദിവസം എന്ന് പറഞ്ഞാൽ 21 into 8/7 ചെയ്യും. അപ്പോൾ നമുക്ക് 24 days എന്ന് കിട്ടും. ഇത് 24 days സാധാ വർക്കാണ്. ഇനി ഇതിൻ്റെ 50% കൂടെ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫുൾ വർക്ക് ചെയ്യാൻ 24 days പ്ലസ് ഇതിൻ്റെ 50% കൂടെ ചെയ്യാനായിട്ട് 12 days കൂടെ വേണം. അങ്ങനെ നമുക്ക് 36 days ആണ് ടോട്ടൽ വേണ്ടി വരുന്നത്. ഇതിൽ നിന്ന് ഇവരെത്രയാണ് ചോദിച്ചേക്കുന്നത്? ഹൗ മെനി മോർ ഡേയ്സ് ഈസ് റിക്വയർഡ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ അപ്പോൾ 36 നിന്ന് 21 കുറച്ചാൽ നമുക്ക് എത്ര വരും? 15 മോർ ഡേയ്സ് ടു റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ 150% ഓഫ് വർക്ക്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അറിയാവുന്നവർക്ക് ചെയ്യാവുന്ന ഡയറക്റ്റ് മെത്തേഡ്. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? നമ്മുടെ സ്റ്റാൻഡേർഡ് ബേസിക് മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക. 7/8 ജോബ് ഇൻ 21 days. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം അവരെത്ര ജോബ് ചെയ്യും നോക്കാം. എന്ത് ചെയ്യുക? ഈ നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട് ആ 7/8 ഡിവൈഡ് ചെയ്യുക. 7/8 ഡിവൈഡഡ് ബൈ 21 ആണ്. അപ്പോൾ നമുക്ക് എത്ര വരും? 1/24 എന്ന് കിട്ടും. അപ്പോൾ അവരുടെ ഒരു ദിവസത്തെ, അതായത് ആ മനുഷ്യൻ്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 1/24 പോർഷനാണ്. അങ്ങനെയാണെങ്കിൽ ആ കംപ്ലീറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടി വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് 24 days. അതായത് 100% ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ 24 days വേണം. ഇനി ഒരു 50% കൂടെ കൂടുമ്പോൾ അയാൾ എത്ര ദിവസം കൂടെ വേണം? ടോട്ടൽ 36 days അദ്ദേഹം വർക്ക് ചെയ്താലാണ് 150% വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി മോർ ഡേയ്സ് വിൽ ഇറ്റ് ടേക്ക് ഹിം ടു ഫിനിഷ് ദ ജോബ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര കൂടുതൽ ദിവസം വേണ്ടി വരും? ഓൾറെഡി 21 ദിവസം അദ്ദേഹം വർക്ക് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഇനി എത്ര ദിവസം കൊണ്ട് 150% കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും? അപ്പോൾ എന്ത് ചെയ്യണം? 36 നിന്ന് ഈ 21 കുറച്ചാൽ നമുക്ക് 15 days എന്ന് കിട്ടും. ഇതാണ് ഇപ്പോൾ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2020 CSAT ക്വസ്റ്റ്യൻ ആണ്. എ പേഴ്സൺ എക്സ് ക്യാൻ കംപ്ലീറ്റ് 20% ഓഫ് ദ വർക്ക് ഇൻ 8 days. And another person Y can complete 25% of the same job in 6 days. If they work together, in how many days will 40% of the work will be completed? ഇവിടെ നമുക്ക് എക്സിൻ്റെ ഒരു ദിവസത്തെ ജോലിയുടെ പെർസെൻറ്റേജ് എത്രയാണെന്ന് നോക്കാം. 20% ആണ് 8 ദിവസം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ 20/8, അതായത് 2.5% ഒരു ദിവസം കൊണ്ട് എക്സ് ചെയ്യുന്നത്. അതുപോലെ വൈയുടെ പെർസെൻറ്റേജ് എടുക്കാം. 25% ഡിവൈഡഡ് ബൈ 6 നമുക്ക് 4.133% ആണെന്ന് കിട്ടും. ഇനി രണ്ടുപേരും വർക്ക് ചെയ്യുകയാണെങ്കിൽ എക്സും പ്ലസ് വൈ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്യും? 6.63% കംപ്ലീറ്റ് ചെയ്യും. ഇനി നമുക്ക് 40% കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം മതി എന്ന് നോക്കിയാൽ മതി. ഒരു ദിവസം കൊണ്ട് 6.63% രണ്ടുപേരും കൂടെ കംപ്ലീറ്റ് ചെയ്യുമെങ്കിൽ 40% വർക്ക് ചെയ്യാൻ വേണ്ട നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 40 ഡിവൈഡഡ് ബൈ 6.63% ആണ്. ഏകദേശം നമുക്ക് 6 ദിവസം ഒന്ന് കിട്ടും. സോ 6 days വിൽ ബി ദ ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇവിടെ പെർസെൻറ്റേജിൽ തന്നുകൊണ്ട് നമുക്കറിയാം, പെർസെൻറ്റേജ് മെത്തേഡും നമുക്കറിയാം. ജസ്റ്റ് 1 കൊടുക്കുന്നതിന് പകരം 100%. ഇവിടെ നമുക്ക് ഓരോരുത്തരും തന്നിട്ടുണ്ട് എത്ര പെർസെൻറ്റേജ് ആണ് ഇത്ര ദിവസം കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒരു ദിവസത്തെ കിട്ടണമെങ്കിൽ ആ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ് നമുക്ക് 6 days എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ കോൺട്രാക്ടർ എംപ്ലോയിഡ് 30 men ടു കംപ്ലീറ്റ് എ പ്രൊജക്ട് ഇൻ 100 days. അതായത് ഒരു കോൺട്രാക്ടർ ഒരു ജോബ് 100 ദിവസം കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് 30 പേരെ ജോലിക്ക് വെക്കുന്നു. ബട്ട് ലേറ്റർ ഓൺ ഹി റിയലൈസ്ഡ് ദാറ്റ് ജസ്റ്റ് ആഫ്റ്റർ 25 days ഓൺലി 20% ഓഫ് ദ വർക്ക് ഹാഡ് ബീൻ കംപ്ലീറ്റഡ്. അതായത് 25 ദിവസം കഴിഞ്ഞിട്ട് 20% വർക്ക് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ദെൻ ഹൗ മെനി എക്സ്ട്രാ ഡേയ്സ് ദാൻ ദ ഷെഡ്യൂൾഡ് ടൈം ഈസ് റിക്വയർഡ്. അതായത് ഷെഡ്യൂൾ ചെയ്ത് 100 ദിവസമാണ്, അതിനേക്കാളും കൂടുതലായിട്ട് എത്ര ദിവസം കൊടുക്കേണ്ടി വരും? അപ്പോൾ നമുക്ക്
അത് കണ്ടുപിടിക്കണം. ദെൻ ടു കംപ്ലീറ്റ് ദ വർക്ക് ഇൻ ഷെഡ്യൂൾഡ് ടൈം ഹൗ മെനി മെൻ ഹി ഹാസ് ടു ഇൻക്രീസ്. അതായത് ഷെഡ്യൂൾഡ് ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ മെന്നിൽ എത്ര ചേഞ്ച് വരുത്തണം. നേരത്തെ നമ്മൾ മെൻ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഡി എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഡേയ്സ് എത്ര കൂട്ടേണ്ടി വരും എന്ന് കണ്ടുപിടിച്ചു. ഇവിടെ നമുക്ക് ഡി കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് എം ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു, M1 D1 ഡിവൈഡഡ് ബൈ W1 ഈസ് ഈക്വൽ ടു M2 D2 ഡിവൈഡഡ് ബൈ W2. ഇവിടെ നമുക്ക് രണ്ട് കേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആദ്യത്തെ കേസിൽ നമുക്ക് 100% വർക്ക് ചെയ്യണം. അതിന് വേണ്ട ആക്ച്വൽ നമ്പർ ഓഫ് ഡേയ്സ് 30 ആൾക്കാർ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് ഡേയ്സ് ആണ് വേണ്ടിയിരുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇദ്ദേഹത്തിന്റെ അസംഷൻ ആണ് 100 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു എന്ന്. അത് ഈ 30 പേര് 25 ദിവസം വർക്ക് ചെയ്തപ്പോൾ 20% വർക്കേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം അതിനനുസരിച്ച് ഇവരുടെ എഫിഷ്യൻസി അത്രയില്ല. ആ ഒരു വർക്ക് എഫിഷ്യൻസി വെച്ചുകൊണ്ട് എത്ര ദിവസം കൊണ്ടാണ് നമുക്ക് ഈ 100% വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നാണ് നോക്കുന്നത്. ഇവിടെ വർക്ക് ആദ്യത്തെ കേസിൽ 100%, അതിന് വേണ്ട ഡി ആണ്, നമ്പർ ഓഫ് ഡേയ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 30 പേരാണ് വർക്ക് ചെയ്യുന്നത്. ഇതേ 30 പേര് തന്നെ 25 ദിവസം വർക്ക് ചെയ്തപ്പോൾ 20% വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ W എന്നുള്ളത് 100% ഇല്ല, 20% കൂടി ഉള്ളൂ. നമുക്ക് ഇതിലെല്ലാ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. D1 ആണ് കണ്ടുപിടിക്കേണ്ടത്. D1 ഈസ് ഈക്വൽ ടു 30 × 25 ബൈ 20 ഇൻറ്റു 100 ബൈ 30. 30 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് D1 എന്നുള്ളത് 125 ദിവസം എന്ന് കിട്ടുന്നു. D1 വിൽ ബി 121 ഡേയ്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു എഫിഷ്യൻസി വെച്ചിട്ടുള്ള ആൾക്കാർ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് വേണ്ടത് 125 ദിവസമാണ്. നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് എത്രയാ? 100 ദിവസമാണ്. അപ്പോൾ എക്സ്ട്രാ വേണ്ടി വരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ 25 ദിവസമാണ് എക്സ്ട്രാ വേണ്ടി വരുന്നത്. അപ്പോൾ 25 ദിവസത്തിന് ശേഷം നമുക്ക് 25 ദിവസം എക്സ്ട്രാ കൊടുത്താലാണ് ഈ 30 പേരെ വെച്ചുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 125 ദിവസം വേണം. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 100 ദിവസം കൊണ്ട് തന്നെ തീർക്കണമെങ്കിൽ എക്സ്ട്രാ എത്ര മെന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ എക്സ്ട്രാ മെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും സെയിം ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുക. M1 D1 ബൈ W1 ഈസ് ഈക്വൽ ടു M2 D2 ബൈ W2. ഇവിടെ M2 എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 30 × 25 ഡിവൈഡഡ് ബൈ 20 ഈസ് ഈക്വൽ ടു നമുക്കിനി ബാക്കി എത്ര പെർസെൻറ്റേജ് വർക്ക് ഉണ്ട്? 20% വർക്ക് ഓൾറെഡി കഴിഞ്ഞു. ഇനി ബാക്കി 80 ദിവസമുണ്ട്. 25 ദിവസം കഴിഞ്ഞു. ബാക്കി 75 ദിവസമുണ്ട് 80% വർക്കും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ട മെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് എന്നുള്ളത് എത്രയായിരിക്കും? നമ്മുടെ ഇവിടെ കൊടുക്കുന്ന ഡി എന്ന് പറഞ്ഞാൽ 25 ദിവസം കഴിഞ്ഞു, ബാക്കി 100 - 25 75 കൊടുക്കുക. 20% വർക്ക് കഴിഞ്ഞു, ബാക്കി 80% വർക്കാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. സോ ഈ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 × 25 ബൈ 20. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് എന്നുള്ളത് 40 കിട്ടും. അപ്പോൾ എക്സ്ട്രാ മെന്നായിട്ട് കൊണ്ടുവരേണ്ടത് എത്രയായിരിക്കും? 10 പേരും കൂടെ എക്സ്ട്രാ കൊണ്ടുവരേണ്ടി വരും. ഷെഡ്യൂൾഡ് ടൈമിൽ തീർക്കണമെങ്കിൽ 40 പേര് വർക്ക് ചെയ്താലാണ് ഷെഡ്യൂൾഡ് ടൈമിൽ നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് 10 പേരും കൂടെ ആഡ് ചെയ്യണം. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇഫ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഈസ് ഓൾസോ ഇൻക്രീസ്ഡ് ബൈ 20% ഓഫ് ദ ആക്ച്വൽ വർക്ക് then how many extra days are required in comparison with the scheduled time but the number of men remain constant. മെന്ന് കോൺസ്റ്റന്റ് ആക്കി വയ്ക്കുക. നമുക്ക് ചെയ്യേണ്ട വർക്ക് എന്നുള്ളത് 100% എന്നുള്ളതിന് പകരം 120% ആക്കി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാ എത്ര ദിവസം കൂടെ വേണ്ടി വരും? നമുക്കറിയാം 100% വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടി വരുന്ന ദിവസം എന്നുള്ളത് 125 ദിവസമാണെന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടുപിടിച്ചു. ഇനി 120% വർക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ എത്ര ദിവസം വേണ്ടി വരുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 30 പേര് 125 ദിവസം വർക്ക് ചെയ്താലാണ് നമുക്ക് 100% വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ 120% വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം വേണം നോക്കാം. സോ 30 × 125 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 30 × D3 ബൈ 120. സോ D3 ഈസ് ഈക്വൽ ടു സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 150 എന്ന് കിട്ടും. അപ്പോൾ 150 ഡേയ്സ് ആണ് നമുക്ക്
120% വർക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടത്. ഇതിൽ എത്ര എക്സ്ട്രാ ഡേയ്സ് ഉണ്ട് വേണ്ടി വരും നോക്കാം. നമുക്കറിയാം ഓൾറെഡി നമ്മൾ 125 ദിവസം കൊണ്ടാണ് 100% വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 20% എക്സ്ട്രാ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര എക്സ്ട്രാ ഡേയ്സ് വേണം? 25 എക്സ്ട്രാ ഡേയ്സും കൂടെ വേണം. അപ്പോൾ നമ്പർ ഓഫ് എക്സ്ട്രാ ഡേയ്സ് എന്ന് പറഞ്ഞാൽ 25 ദിവസം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി മെൻ വുഡ് ബി ഇൻക്രീസ്ഡ് സോ ദാറ്റ് ദ വർക്ക് വിൽ ബി കംപ്ലീറ്റഡ് ഇൻ 25 ഡേയ്സ് ലെസ് ദാൻ ദ ഷെഡ്യൂൾഡ് ടൈം? സെയിം ഇക്വേഷൻ തന്നെ നോക്കുക. m1 d1 by w1 ഈക്വൽ ടു കോൺസ്റ്റന്റ്. നമുക്കിവിടെ 75 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എത്ര മാൻ പവർ ആണ് ഇൻക്രീസ് ചെയ്യേണ്ടതെന്ന ചോദ്യം. നമുക്കറിയാം സ്റ്റാൻഡേർഡ് 100% ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 125 ദിവസം വേണം. ഈ 125 പകരം നമ്മൾ 75 കൊടുക്കുകയാണെങ്കിൽ എമ്മിന് എത്ര വാല്യൂ ആക്കേണ്ടി വരും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എം ഈസ് ഈക്വൽ ടു 30 × 5/3, അത് 50. സോ എക്സ്ട്രാ മെൻ എത്ര വേണ്ടി വരുമെന്ന് ചോദിച്ചാൽ 20% കൂടെ എക്സ്ട്രാ വേണ്ടി വരും. കാരണം 30 പേര് ഓൾറെഡി ഉണ്ട്, 50 പേരുണ്ടെങ്കിലാണ് 75 ദിവസം കൊണ്ട് വർക്ക് തീരുള്ളൂ. സോ എക്സ്ട്രാ മെൻ എന്ന് പറഞ്ഞാൽ വേണ്ടി വരുന്നത് 20 പേരും കൂടിയാണ് എക്സ്ട്രാ വേണ്ടി വരുന്നത്. ക്ലിയർ ആയല്ലോ? നമ്മൾ എല്ലാ കേസിലും ഉപയോഗിക്കുന്നത് ഈ ഒരു ഒറ്റ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. m1 d1 by w1 is equal to m2 d2 by w2. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. A and B can do a work in 18 and 24 days. They worked together for 8 days. Then A left. The remaining work was finished by B in how many days? എത്ര ദിവസം കൊണ്ട് B കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം എയുടെ ടൈം 18 ഡേയ്സും ബിയുടെ ടൈം 24 ഡേയ്സുമാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ ദിവസം എത്ര ഫ്രാക്ഷൻ വർക്ക് ചെയ്യും? എയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ 1/18 ഫ്രാക്ഷൻ ആൻഡ് 1/24 ഫ്രാക്ഷൻ ബൈ ബി. ഇനി രണ്ടുപേരും വർക്ക് ചെയ്യാണ്, 8 ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്തു. അപ്പോൾ രണ്ടുപേരും ഒരു ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പോർഷൻ ഓഫ് ദ വർക്ക് കംപ്ലീറ്റ് ആവും? 1/18 + 1/24. നമുക്കറിയാം 7/72 പോർഷൻ ആണ് ഒരു ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് 8 ദിവസം വർക്ക് ചെയ്താലോ? 8 × 7/72 നമുക്ക് എത്ര കിട്ടും? 7/9 പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ആയി കിട്ടും. 7/9 പോർഷൻ വർക്ക് 8 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയി. ബാലൻസ് എത്ര പോർഷൻ ഉണ്ട്? 1 - 7/9, അതായത് 2/9 പോർഷൻ ഓഫ് ദ വർക്ക് ആണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഇത് ചെയ്യുന്നത് ആരാണ്? ബി ഒറ്റയ്ക്കാണ്. അപ്പോൾ 2/9 ആണ് നമ്മുടെ ഫ്രാക്ഷൻ ഓഫ് വർക്ക് ഡിവൈഡഡ് ബൈ ബി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ 1/24 ആണ്. ഇത് ചെയ്താൽ എത്ര ദിവസമാണ് കിട്ടുന്നത്? അതായിരിക്കും നമ്മുടെ നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ഫോർ ബി ടു കംപ്ലീറ്റ് ദ ജോബ്. സോ 2/9 ഡിവൈഡഡ് ബൈ 1/24 നമുക്കറിയാം 48/9 ഏകദേശം 5 × 1/3 ഡേയ്സ്. ഇതാണ് നമ്മുടെ ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കുന്നതാണ്. രണ്ടുപേരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തു, ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് ഡേയ്സ് ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരാൾ ലീവ് ചെയ്തു, ബാക്കി വരുന്ന ജോബ് സെക്കൻഡ് പേഴ്സൺ ഒറ്റയ്ക്ക് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം വേണം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 10 women can complete a job in 7 days. 10 children take 14 days to complete the job. How many days will 5 women and 10 children take to complete the job? ഇവിടെ നമുക്ക് എന്തറിയാം? 10 ചിൽഡ്രൻ ആൻഡ് 10 വുമൺ ആണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ മുന്നൊരു ക്വസ്റ്റ്യൻ ഇതുപോലത്തെ ചെയ്തു. അവിടെ പക്ഷേ നമ്മുടെ 2 ഗ്രൂപ്പും അതേപോലെ തന്നെയായിരുന്നു ഫുൾ വർക്ക് ചെയ്യുന്നത്. അതായത് പക്ഷേ ഈ കേസിൽ ഇവിടെ 5 വുമണും 10 ചിൽഡ്രനുമാണ്. അപ്പോൾ നമ്മുടെ വുമണിൻ്റെ എണ്ണം ഇവിടെ കുറഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? 10 വുമണിൻ്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 1/7 പോർഷൻ ആയിരിക്കും. പക്ഷേ 1 വുമണിൻ്റെ എന്ന് പറഞ്ഞാൽ 1/70 ആയിരിക്കും. അതായത് 10 കൊണ്ട് കൂടെ അതിനെ ഡിവൈഡ് ചെയ്യണം. അതുപോലെ ചിൽഡ്രൻ്റെ ഒരു ചൈൽഡിൻ്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 1/14 × 10 ആണ്. അപ്പോൾ നമുക്ക് ഓരോ വുമണിൻ്റെയും ചൈൽഡിൻ്റെയും ഒരു ദിവസത്തെ വർക്ക് അറിയാം. ഇനി ഇതിൽ എത്ര പേരുണ്ട്? വുമൺ ആണെങ്കിൽ 5 പേരുണ്ട്. സോ 5 × വുമണിൻ്റെ ഒരു ദിവസത്തെ വർക്ക് പ്ലസ് 10 × ചൈൽഡിൻ്റെ ഒരു ദിവസത്തെ വർക്ക്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2/14, അതായത് 1/7 പോർഷൻ ഓഫ് ദ വർക്ക് ആണ് ഇവർ 2 പേരും കൂടെ 5 വുമണും 10 ചിൽഡ്രനും കൂടെ ചെയ്യുന്നത്.
അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 1/7 ദാറ്റ് ഈസ് 7 ഡേയ്സ്. 7 ഡേയ്സ് കൊണ്ട് ഇവരിത് കംപ്ലീറ്റ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ certain number of persons can complete a piece of job in 55 days. If there were 6 persons more, the work would be finished in 11 days less. How many persons are originally there? നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ M1 D1 ഡിവൈഡഡ് ബൈ W1 ഈസ് ഈക്വൽ ടു M2 D2 ബൈ W2. കാരണം ഇവിടെ സെയിം ജോബ് ആയതുകൊണ്ടും രണ്ടും ഒരേ ജോബ് തന്നെയാണ് ചെയ്യുന്നത് ഒരേ ടൈമിൽ. സോ W1 W2 നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നോക്കുക. X ഇൻറ്റു 55, അതായത് ഒരു certain നമ്പർ ഓഫ് പീപ്പിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് X ആണെന്ന് വിചാരിച്ചു. സോ X ഇൻറ്റു 55 ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, X പ്ലസ് 6, 6 പേര് കൂടുതലെടുത്തു. അങ്ങനെയാണെങ്കിൽ വർക്ക് ഫിനിഷ് ചെയ്യുന്നത് 11 ദിവസം കുറവ് മതി. അതായത് 55 11 കുറച്ചാൽ 44. സോ 55x ഈക്വൽ ടു 44x പ്ലസ് 44 ഇൻറ്റു 6. സോ 11x എന്ന് പറഞ്ഞാൽ 44 ഇൻറ്റു 6 ദാറ്റ് ഈസ് x ഈക്വൽ ടു 4 ഇൻറ്റു 6 ദാറ്റ് ഈസ് 24. 24 ദിവസം കൊണ്ടാണ് 6 പേര് കൂടുതലുണ്ടായാൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എത്ര പേരുണ്ടായിരുന്നു, തുടക്കത്തിൽ എത്ര പേരുണ്ടെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ദാറ്റ് ഈസ് 24. 24 പേരാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് എത്ര വേണം, 55 ദിവസം വേണം. ഇനി 6 പേരും കൂടി കൂട്ടി 30 പേരാകുമ്പോൾ നമുക്ക് 44 ദിവസം മതി. ക്ലിയർ ആയല്ലോ. എക്സ് ഈക്വൽ ടു 24 പീപ്പിൾ ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ച ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ മാൻ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 30 hours if he works with his son, then the same piece of work is finished in 20 hours. If the son works alone, he can able to do the work in എത്ര അവേഴ്സിൽ ചെയ്യാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരാളുടെ ആ 1 മണിക്കൂറിലെ വർക്ക് എന്ന് പറഞ്ഞാൽ 1/30 പോർഷനാണ്. ഇനി അതുപോലെ ഇയാളും സണ്ണും കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ 1/20 പോർഷൻ വർക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ സണ്ണിൻ്റെ 1 അവറിലെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1/20 മൈനസ് 1/30 ദാറ്റ് ഈസ് 1/60. 1/60 പോർഷനാണ് എന്ത് സണ്ണ് ചെയ്യുന്ന ഫ്രാക്ഷൻ ഓഫ് വർക്ക്. അതായത് 1 അവറിൽ സണ്ണ് ചെയ്യുന്ന ഫ്രാക്ഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ 1/60 ആണ്. അങ്ങനെയാണെങ്കിൽ ഫുൾ വർക്ക് ചെയ്യാൻ അവർക്ക് വേണ്ടി വരുന്ന സമയം എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 1/60 ദാറ്റ് ഈസ് 60 hours ആണ് സണ്ണിന് വേണ്ടി വരുന്നത്. 60 hours. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 2 pipes A and B can fill a cistern in 15 hours and 10 hours respectively. A tap C can empty the full cistern in 30 hours. All the 3 taps are opened for 2 hours. When it was remembered that the emptying tap had been left open, it was then closed. How many hours more would it take for the cistern to be filled? അതായത് ഒരു ടാങ്കിൽ 2 പൈപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫില്ല് ചെയ്യാൻ. അതുപോലെ വാട്ടർ റിമൂവ് ചെയ്യാൻ, എംറ്റി ചെയ്യാൻ സി എന്ന് പറഞ്ഞൊരു പൈപ്പും കൂടെ ഉണ്ട്. എന്നിട്ട് നമ്മൾ ടാങ്ക് ഫില്ല് ചെയ്യാൻ ആരംഭിക്കുകയാണ്. പക്ഷേ 2 മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ തിരിച്ചറിയുന്നത് നമ്മുടെ എംറ്റിയിങ് പൈപ്പും കൂടെ ഓപ്പൺ ആണ്. അപ്പോൾ അത് ക്ലോസ് ചെയ്തു 2 മണിക്കൂറിന് ശേഷം. അതിനുശേഷം എത്ര സമയം എടുത്തിട്ടാണ് ടാങ്ക് ഫില്ലാവുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിതിനെ 1 അവറിൽ എ എത്ര പോർഷൻ ഫില്ല് ചെയ്യും നോക്കുക, ബി എത്ര പോർഷൻ ഫില്ല് ചെയ്യും നോക്കുക, സി എത്ര പോർഷൻ എംറ്റി ചെയ്യും നോക്കുക. അപ്പോൾ നമുക്ക് 1 ഡിവൈഡഡ് ബൈ ആ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. നമുക്കപ്പോൾ എയും ബിയും മാത്രം ഫില്ല് ചെയ്യാണ്. എംറ്റിയും കേസ് ഇല്ലാത്ത കേസാണെങ്കിൽ എയും ബിയും ഫില്ല് ചെയ്താൽ 6 മണിക്കൂർ കൊണ്ട് അത് ഫില്ലാവേണ്ടതാണ്. ഇനി സി കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ സി 1/30 പോർഷൻ ആണ് 1 മണിക്കൂറിൽ റിമൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 3ഉം കൂടെ 2 മണിക്കൂർ വർക്ക് ചെയ്താൽ എത്ര പോർഷൻ ഫില്ലാവും നോക്കുക. ആ പോർഷൻ നമ്മുടെ ടോട്ടൽ വോളിയത്തിൽ നിന്ന്, ടോട്ടൽ വോളിയം 1 ആയിട്ട് കൺസിഡർ 1 മൈനസ് ആ പോർഷൻ ഓഫ് വോളിയം വിൽ ബി ദ പോർഷൻ ടു ബി ഫിൽഡ് ബൈ എ ആൻഡ് ബി. അപ്പോൾ എ ആൻഡ് ബി 1/6 പോർഷൻ 1 അവറിൽ ഫില്ല് ചെയ്യും. ആ പോർഷൻ ഡിവൈഡ് ബൈ 1/6 ചെയ്താൽ നമുക്ക്
എന്ത് കിട്ടും? എത്ര സമയം കൊണ്ടാണ് ബാക്കി ഏരിയ ഫിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആൻസർ കിട്ടും. അപ്പോൾ എയും ബിയും സിയും 2 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര പോർഷൻ ഫില്ലായെന്ന് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 4/15, അതായത് 1/15 പ്ലസ് 1/10 മൈനസ് 1/30 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് 4/15 പോർഷനാണ് 2 മണിക്കൂർ ആ 3 പൈപ്പും ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ ഫില്ലായിട്ടുള്ളത്. ബാലൻസ് എത്ര പോർഷൻ ഉണ്ട്? 11/15 പോർഷൻ ഇനി ഫിൽ ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ സി ക്ലോസ് ചെയ്തു. ഇനി എയും ബിയും കൂടെയാണ് ഫിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 11/15 ഡിവൈഡഡ് ബൈ 1/6, അതാണ് എയും ബിയും കൂടെ ഫിൽ ചെയ്യുന്ന ആ ഒരു പോർഷൻ. അപ്പോൾ 11/15 ഡിവൈഡഡ് ബൈ 1/6 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4.4 hours ആണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം, ഓൾറെഡി 2 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട് പ്ലസ് 4.4 hours. അപ്പോൾ നമുക്ക് 6.4 hours ആണ് ടോട്ടലി ഇവിടെ വേണ്ടി വന്നത്. നമുക്ക് ഒരു കാര്യം അറിയാം, എയും ബിയും മാത്രമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് 6 മണിക്കൂർ കൊണ്ട് ഫില്ലാവുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ള സമയം എത്രയായിരിക്കും? 6.4 മൈനസ് 6 hours, ദാറ്റ് ഈസ് 0.4 hours. 0.4 hours മിനിറ്റിലേക്ക് ആക്കുമ്പോൾ 0.4 ഇൻറ്റു 60, ദാറ്റ് ഈസ് 24 minutes. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 2016 CSAT ക്വസ്റ്റ്യൻ ആണ്. റാം ആൻഡ് ശ്യാം വർക്ക് ഓൺ എ ജോബ് ടുഗദർ ഫോർ 4 days and complete 60% of it. Ram take a leave and Shyam works for 8 more days to complete the job. How long would Ram take to complete the entire job alone? ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 2 പേര് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. 60% വർക്ക് ആവുന്നു 4 days. ദെൻ റാം ലീവ് ചെയ്യുന്നു, ശ്യാം ഒരുമിച്ച് ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി അവരുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റാമു ഒരുമിച്ച് ഒറ്റയ്ക്ക് ഈ കംപ്ലീറ്റ് ജോബ് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യായിരുന്നു? അപ്പോൾ നമുക്കറിയാം റാമിൻ്റെയും ശ്യാമിൻ്റെയും കൂടിയിട്ട് 4 ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 60% ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 60/4, ദാറ്റ് ഈസ് 15% ആണ്. 15% ആണ് റാമും ശ്യാമും കൂടെ ഒരു ദിവസം ചെയ്യുന്നത്. സോ 40% ജോബ് 60% കഴിഞ്ഞു. ബാക്കി 40% ആരാണ്? ശ്യാമാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്യാമിന് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 8 ദിവസം കൂടെ വേണ്ടി വന്നു, 8 more days. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തെ അയാളുടെ വർക്ക് എന്ന് പറഞ്ഞാൽ 5% ആണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ റാമിൻ്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കണം. കാരണം റാമും ശ്യാമും കൂടെ 15% വർക്കാണ് ഒരു ദിവസം ചെയ്യുന്നത്. ശ്യാം മാത്രം 5% വർക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ റാമിൻ്റെ പെർസെൻറ്റേജ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ 10% ആണ്. സോ നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ഫോർ റാം ഇസ് ഈക്വൽ ടു 100/10. 10% ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നത്. 100% വർക്കും റാം തന്നെ ചെയ്യുവാണെങ്കിൽ എത്ര ദിവസം വേണമെന്നാണ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് വിൽ ബി 100% ഡിവൈഡഡ് ബൈ 10%. സോ 10 will be the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 2016 തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. W can do 25% of the work in 30 days. X can do 1/4 of the work in 10 days. Y can do 40% of the work in 40 days. Z can do 1/3 of the work in 13 days. Who will complete the job first? നമുക്കറിയാം ഓരോരുത്തരും എത്ര പെർസെൻറ്റേജ് വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയേണ്ടത് ഒരു ദിവസം ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വർക്ക് ആരാണോ ചെയ്യുന്നത് അവളായിരിക്കും ഏറ്റവും ആദ്യം വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ഒരു ദിവസത്തെ വർക്കിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് W 25% വർക്ക് 30 ദിവസം കൊണ്ട്. അപ്പോൾ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 25/30, ഏകദേശം 0.833%. X ആണെങ്കിൽ 1/4 വർക്ക് എന്ന് പറഞ്ഞാൽ 25% വർക്ക് ഇൻ 10 days. അങ്ങനെയാണ് ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 25/10, ദാറ്റ് ഈസ് 2.5%. ഇനി വൈയുടെ വർക്ക് ആണെങ്കിൽ 40% ഇൻ 40 ദിവസം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 1%. സെഡിൻ്റെ വർക്ക് 1/3 ഓഫ് ദ വർക്ക് ഇൻ 13 days. 1/3 എന്ന് പറഞ്ഞാൽ ഏകദേശം 33 അല്ലെങ്കിൽ 0.33. അത് നമ്മൾ പെർസെൻറ്റേജിലാക്കുകയാണെങ്കിൽ 100%/3, ദാറ്റ് ഈസ് 33.33 ഡിവൈഡഡ് ബൈ 13, ഏകദേശം നമുക്ക് 2.56 കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ എന്താ? സെഡ് ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. In a fort, there was sufficient food for 200 soldiers for 31 days.
After 27 days, 120 soldiers left the fort. For how many extra days will the rest of the food last for remaining soldiers? അതായത് ഒരു ഫോർട്ടിൽ കുറച്ച് ഫുഡ് ഉണ്ട്, 200 പട്ടാളക്കാർക്ക് 31 ദിവസത്തേക്കുള്ള ഫുഡ് ഉണ്ട്. പക്ഷേ 27 ദിവസം കഴിഞ്ഞപ്പോൾ 120 സോൾജേഴ്സ് അവിടെ ലിഫ്റ്റ് ചെയ്തു, ആ ഒരു ക്യാമ്പ് വെക്കേറ്റ് ചെയ്തു, ഫോർട്ടിൽ വെക്കേറ്റ് ചെയ്തു. ബാക്കിയുള്ള ആൾക്കാർക്ക് ഹൗ മെനി എക്സ്ട്രാ ഡേയ്സ് വിൽ ദ റെസ്റ്റ് ഓഫ് ദ ഫാസ്റ്റ് ഫുഡ് ലാസ്റ്റ് ഫോർ റിമൈനിങ് സോൾജേഴ്സ്? ഇവിടെ എന്ത് ചെയ്യാം, നമുക്കറിയാം 200 പേർക്ക് 31 ദിവസം കഴിക്കാനുള്ള ഫുഡ്, അതാണ് നമ്മുടെ ടോട്ടൽ ക്വാണ്ടിറ്റി. അതിനെ നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം? 27 പേർക്ക് 200 ദിവസം, 27 ദിവസം 200 പേര് ഫുള്ള് ഭക്ഷണം കഴിച്ചു, പ്ലസ് ബാക്കി എത്ര ദിവസമാണെന്ന് നമുക്കറിയില്ല. പക്ഷേ 200 പേരിലെ 120 പേര് പോയി കഴിഞ്ഞാൽ ബാക്കി 80 പേരാണ് നമ്മുടെ കൂടെയുള്ളതെന്ന് നമുക്കറിയാം. ഈ എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, എത്ര ദിവസത്തേക്ക് അത് തികയും എന്നുള്ളത്. 120 പേര് പോയി കഴിഞ്ഞാൽ ബാക്കി 80 പേരാണുള്ളത്. സോ എന്ത് ചെയ്യാം, എക്സ് ഇൻറ്റു 80 ഈസ് ഈക്വൽ ടു ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് 31 മൈനസ് 27 ഈക്വൽ ടു 4 ഇൻറ്റു 200 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സ് ഈക്വൽ ടു 800/80, ദാറ്റ് ഈസ് 10. 10 ദിവസം കൂടെ ഈ ഒരു ഫുഡ് വെച്ചുകൊണ്ട് നമ്മൾ ഈ 80 പേർക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ എക്സ്ട്രാ ഡേയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ 27 കഴിഞ്ഞ് 31 നിൽക്കേണ്ടതായിരുന്നു, പക്ഷേ ഇവിടെ നമുക്ക് എത്ര ദിവസത്തേക്ക് പറ്റി? 10 ദിവസം കൂടെ, അതായത് 37 ദിവസം വരെ നമുക്ക് പറ്റും. അപ്പോൾ നമ്മുടെ എക്സ്ട്രാ ഡേയ്സ് എത്രയാണ്? 37 മൈനസ് 31, ദാറ്റ് ഈസ് 6 ഡേയ്സ്. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള 10 മൈനസ് നമ്മുടെ 4 ദിവസമാണ് ഡിഫറൻസ് ഉണ്ടായിരുന്നത്, ആ ദിവസം കുറച്ചാൽ 6 ദിവസം. 6 ആണ് ഇവിടുത്തെ എക്സ്ട്രാ ഡേയ്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് 10 men or 20 women or 40 children can do a piece of work in 7 months, then 5 men, 5 women and 5 children together can do half of the work in. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ. 10 മെന്നിൻ്റെ വർക്ക് ഈക്വൽ ടു 20 വുമൻ്റെ വർക്ക് ഈക്വൽ ടു 40 ചൈൽഡിൻ്റെ വർക്ക് ഈക്വൽ ടു എത്ര ദിവസം കൊണ്ടാണ്? 7 മന്ത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്, 100% ജോബ്. അങ്ങനെയാണെങ്കിൽ ഒരു മെന്നിൻ്റെ 1 മന്തിലെ വർക്ക്, 7 മന്തിലെ വർക്കാണ് 100%. അങ്ങനെയാണെങ്കിൽ 1 മന്തിലെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100/7 ആണ്, അത് 10 പേരുടെയാണ്. ഇനി നമുക്ക് ഒരാളുടെ കണ്ടുപിടിക്കണമെങ്കിലോ 100/10 ഇൻറ്റു 7. അതേപോലെ ഒരു വുമൻ്റെ കണ്ടുപിടിക്കണമെങ്കിലോ 100/7 ഇൻറ്റു 20. ഇനി ഒരു ചൈൽഡിനെ കണ്ടുപിടിക്കണോ 100/7 ഇൻറ്റു 40. ഇനി നമുക്ക് ഓരോ ഗ്രൂപ്പിലും എത്ര പേരാന്ന് തന്നിട്ടുണ്ട്. 5 വുമൺ, 5 men, 5 children, എല്ലാം 5 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഏകദേശം 87.5/7%, ദാറ്റ് ഈസ് 12.5% ഇൻ 12.5% ഓഫ് ദ വർക്കാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എത്ര ടൈം വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? 100% വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം നമുക്കറിയാം 100/12.5%, ദാറ്റ് ഈസ് 8 months ആണ് അറിയാം. പക്ഷെ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എത്ര ക്യാൻ ടുഗദർ ഡു ഹാഫ് ഓഫ് ദ വർക്കാണ്. നമുക്ക് 100% വർക്ക് വേണ്ട, അതിൻ്റെ 50% മതി. അപ്പോൾ ഈ 8 മന്തിൻ്റെ എന്തെടുത്താൽ മതി? പാതി എടുത്താൽ മതി, 4 months. അതാണ് നമ്മുടെ ആൻസർ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താലിസ്മാൻ IAS അക്കാദമിയുടെ യൂട്യൂബ് ചാനൽ ഇതുവരേക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. താങ്ക് യു.